ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഴുകുതിരിയാണ്, ക്യാൻഡിലാണ് ഇതിൽ മെയിൻ താരം. സംഗതി ഒരു ടീമിൽ നിന്ന് ഒരാളും ഓപ്പോസിറ്റ് ടീമിൽ ഒരാളുമാണ് കളിക്കാൻ വന്നിട്ടുള്ളത്. ഈ ഓപ്പോസിറ്റ് ടീം മെമ്പർ ഇതിങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ. ഈ ഒരു ബോൾ ഇങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കും. ഈ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്യാൻഡിലിന്റെ ആ ഒരു തിരിയും കൂടെ എടുത്ത് വെച്ചതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് നമ്മൾ കയറണം. മാക്സിമം ഇതിങ്ങനെ തട്ടി തട്ടി ഇടാൻ വേണ്ടി നോക്കണം. അതാണ് ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മാക്സിമം നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം, ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓൾ സെറ്റ്. സോ മൂവിംഗ് ഓൺ ടു ദി ഗെയിം കാൻഡി കാൻഡിൽ ആൻഡ് ഇവർക്കുള്ള കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. തെറിച്ചു പോവാതെ നോക്കണം. തിരി തെറിച്ചു പോവാതെ നോക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്. അതെ, എടുത്തിട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഗുഡ് ഗുഡ്. കൈ യൂസ് ചെയ്യാൻ പാടില്ല. വെരി ഗുഡ്. എടാ ഷാബി കറക്കുന്നില്ലേ? കറക്കില്ല. അതേനാ അയ്യോ പോയി എടാ സ്പീഡിന് കറക്കടാ ഷാബി. അതിനെ കറക്ക്. നിർത്ത. ഐഷു പ്രോപ്പർട്ടി താഴെ വീഴരുത് കേട്ടോ. ഐഷു ദേ കാരണം ഒരെണ്ണം ബ്ലോക്കായി കിടക്കാണ്ടില്ലേ? ഭാഷവരോട് തന്നെ 100 തടവ് സ്വർണ്ണ മാതിരി തുറ്റി അടിപ്പേ പറന്ന് മടുപ്പേ തെരുപ്പേ അങ്ങനെ കിടക്കല്ലേ? മേടിക്കണ മോനെ. ഞാൻ പൊട്ടിട്ടില്ല എന്റെ പൊന്നുമോളെ. പറയല്ലേ, അനാവശ്യം പറയല്ലേ. കൊച്ചു ഇച്ചിരി നീങ്ങരുത്. വെരി ഗുഡ് അബ്രാമി. ദുർഗയ്ക്ക് അവിടെ ഇരുന്നിട്ട് അഭിമാനം കൊണ്ട് എന്ത് ചെയ്യണം, എന്റെ മുഖത്തുള്ള ആറ്റിറ്റ്യൂഡ് കാണുന്നു. അത് തന്നെ മോളെ, അത് തന്നെ കുഞ്ഞാണി ഇന്റെ കുഞ്ഞാൺ. ഓ തട്ടിക്കോടി ബലേപ്പേഷ്. ഇതാ ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ആഫ്രിക്കൻ തത്തയെ വരെ പീഡിപ്പിക്കുന്ന സ്വഭാവമുള്ള അത്രയ്ക്ക് ക്രൂരനാ ആഫ്രിക്കൻ തത്ത. അസീസിന്റെ കൂടതന്ത്രം വേണ്ട. അതിപ്പോ മാറ്റിക്കോണം. കൊച്ചു കയറുമ്പോ മാറ്റരുത്, നടക്കില്ല. അതൊക്കെ മാറ്റിക്കണം. കൊച്ചു വരുമ്പോ കൈ വെച്ച് തട്ടരുത്. കൊച്ചു വരുമ്പോ കൈ വെച്ച് തട്ടരുത്. അവിടെ കൊറേ വീണായിരുന്നു. എന്താ അർജുന ഒന്ന് പറയണ്ടേ? ഇല്ല നല്ല ഒരു റൗണ്ട് കൂടെ പോടുന്ന ആഗ്രഹമുണ്ടോ? അടിയുണ്ട് മോനെ, ചാട്ടവാറിനെ കൊണ്ടുള്ള അടിയുണ്ട്. ആരെ അടിക്കുക? അത് വഴിയെ പറയാം. ഇപ്പൊ ഒരു റൗണ്ട് ഷിയാസായിരിക്കും നിങ്ങൾ അടിക്കണേ. ഇപ്പൊ
ഇപ്പൊ ലീഡ് ചെയ്തോണ്ടിരിക്കുന്നത് തുർക്കിയുടെ ടീമാണ്. ഒരെണ്ണം പുറന്നെടുക്കും. നന്നായിട്ട് കളിച്ചു കേട്ടോ അബ്രാമി. ബ്രില്യന്റ് പ്ലേ. ഷാഫിക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല ഈ ബീച്ചിലൊക്കെ ഇങ്ങനെ ലൈൻ ഇടാനായിട്ട് ഇങ്ങനെ ആൺകുട്ടികൾ വന്നിരുന്നിട്ട് ഇങ്ങനെ കപ്പലണ്ടി കഴിച്ചുകൊണ്ടിരിക്കില്ല. ആക്ച്വലി ഇവിടെ എന്താ ചെയ്തോണ്ടിരുന്നിരുന്നേ? അത് ശരിയാവണില്ല എന്നൊക്കെ ഞങ്ങളുടെ പ്രോപ്പർട്ടി കേടാക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ ഐഷു നന്നായിട്ട് കളിച്ചിട്ടുണ്ടായി. ചൈതന്യ വെൽ പ്ലേഡ്. എന്തായാലും അഭിരാമിക്ക് ഒരു സ്പെഷ്യൽ മെൻഷൻ, കാരണം പോയിന്റ്സ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗയുടെ ടീമിലേക്കാണ്. ഷിയാസ്കോ, 2 കാര്യമായിരുന്നു ഷിയാസിന്റെ ടീമിലേക്ക് ഞാൻ ചാടാനുണ്ടായിരുന്നത്. എന്തൊക്കെയാ? ഒരെണ്ണം ചിലപ്പം വൈരാഗ്യം വെച്ചിട്ട് തോറ്റ ഷിയാസ് അടിക്കും, അല്ലെങ്കിൽ സ്നേഹം വെച്ചിട്ട് ഷിയാസ് അവിടെ ജയിക്കാൻ വേണ്ടി, അതായത് തോക്കാൻ നിൽക്കില്ല. അല്ല, അപ്പൊ ഹസ്ബൻഡ് അടി കിട്ടിക്കോട്ടെ എന്നാണോ പറഞ്ഞേ? എന്തൊരു മനസ്സാന്നു. വീട്ടിൽ പോണ്ടതാ മോനേടാ. പോരെ, ഭാര്യമാരായ ഇങ്ങനെ വേണം. ഇങ്ങനെ തന്നെ വേണം. എല്ലാം അർജുന്റെ ഒരു ഭാഗ്യം. ലാസ്റ്റ് രണ്ടുപേർക്കും കൂടെ ടൈറ്റ് അങ്ങോട്ടും കൂടെ അടിക്കാണ്ടിരുന്നാ മതി. ഓക്കെ, അപ്പൊ ഇതിലും സെക്കൻഡ് റൗണ്ടിലേക്ക് പോണതിന് മുമ്പ് ഫസ്റ്റ് റൗണ്ടിൽ എത്രയോ പോയിന്റ്സ് അറിയണ്ടേ? ചേട്ടന്റെ ടീം നിങ്ങൾ സ്കോർ ചെയ്തത് വെറും 11 പോയിന്റ്സ്. അസിസ്കയുടെ ടീം നിങ്ങൾ സ്കോർ ചെയ്തത് വെറും 11 പോയിന്റ്സ്. അവിടെ തമ്മിൽ തല്ലാൻ അവസരമില്ല. അപ്പം അവിടെ ഇപ്പൊ സേഫ് പ്ലേ ആണ്. ഇനി അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ കടക്കാൻ പോകുമ്പോ ഷിയാസിന് എന്തെങ്കിലും പറയാനുണ്ടോ? ജയിക്കും, നമ്മൾ ചെയ്യും. എന്ത് വിലയോടും ജയിക്കും. അതെ, അളിയൻ എന്നെയാണ് ഉദ്ദേശിച്ചത്. അല്ലെ, നമ്മള് ജയിക്കണം അറിയാ. നിങ്ങൾ നമ്മൾ ജയിക്കും. അളിയ നമ്മളും ജയിക്കും. പേടിയുണ്ടല്ലേ? പിന്നെ അളിയനല്ലേ, കൈയിന്റെ ചൂട് നല്ല പേടിയുണ്ടോ? അളിയൻ നല്ല വെയിറ്റ് ഉണ്ടെന്ന്. അന്ന് ഷിയാസിന്റെ കണ്ണിറുക്കി കാണിച്ചിട്ട് അടിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതാണ്. ഇന്നിപ്പോ അത് പറ്റൂലല്ലോ. ഇന്ന് വേണമെങ്കിൽ ഹസ്ബൻഡിന് വേണ്ടി ഒന്ന് കണ്ണിറുക്കി കാണിക്കാം. ഓക്കെ, അപ്പൊ പക്ഷെ കണ്ണിറുക്കുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ അർജുൻ. ഓക്കെ, അയ്യോ ഇവിടെ കൊസുവാണോ? സ്റ്റാർട്ട് ചെയ്യാം. ഷിയാസിന്റെ അളിയൻ അർജുൻ. കൊസുണ്ട് കളിക്കാൻ. കൊല്ലം സുധിയെ ഞങ്ങൾ വിളിക്കാം. ഓക്കെ, സോ കൗണ്ട് ഡൗൺ. അത് ഫുള്ള് പ്ലീസ്. 3, 2, 1. അയ്യോ പോയടാ, ഞാൻ നോക്കട്ടെ, അത് പോയാ ചെളിയുള്ളവളെ. എന്റെ കൊല്ലം കൊല്ലം, എന്റെ പൊന്നു കൊല്ലം. അണ്ണാ ഓരോ പോയിക്കോ, ഒറ്റ ഓട്ടം കറങ്ങിക്കോ, സ്പീഡിലെ കറങ്ങിക്കോ, കറങ്ങിയ പോട്ടെ. ഓടിക്കോ, ഓടി രണ്ടെണ്ണം വെളി കൊണ്ടിട്ട് ജാവി. മതി ഓടിക്കോ.
ഷിയാസ് നീ എന്ത് നോക്കിയിരിക്കായിരുന്നോടാ? കൊട്ടേഷൻ കൊടുക്കട്ടെ ഷിയാസ്. അവന്റെ മാസം നോക്കിയിരിക്കുകയാണ്. അയാൾ നന്നായിട്ട് കളി ഷാഫി കളിക്കണില്ലേ? നിനക്ക് വല്ല ദേഷ്യം ഉണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് സംസാരിച്ച് നിർത്താ പോരെ. ഷിയാസ് അവിടെ തുറക്കെ നോക്കിക്കൊണ്ട് ആ അതെ, അതല്ലേ തോറ്റത്. അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഷാഫി നന്നായിട്ട് കളിച്ചോണ്ടാ വില്ലനൊരു കളിച്ചു. എപ്പോഴും ചെയ്താനുള്ള കളി എന്നറിയാം. രണ്ട് പേരും നന്നായിട്ട് കളിച്ചു. എസ്പെഷ്യലി ഷാഫിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലായിരുന്നു ഓടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് കാണാൻ പോലും പറ്റില്ല, അത്ര സ്പീഡിലാണ്. അനു നന്നായിട്ട് ട്രൈ ചെയ്തു. എന്തായാലും ഇത്തവണ നമ്മൾ ടോട്ടൽ കൗണ്ട് ചെയ്തിട്ടില്ല, പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാലോ, ദുർഗയുടെ മുഖം കണ്ടാലും നമുക്കറിയാം ഇത്തവണ ജയം സെക്കൻഡ് റൗണ്ട് നല്ല കളിച്ചു കേട്ടോ. going to Arjun and team.